റിപ്പോർട്ട് ബ്രേക്കിംഗ്. ഭരണം മാറിയിട്ടും സ്ഥലം മാറ്റം ലഭിക്കാത്തതിൽ കൊല്ലത്തെ കോൺഗ്രസ് അനുകൂല പോലീസുകാർക്ക് കടുത്ത അതൃപ്തി. കഴിഞ്ഞ സർക്കാർ നിയോഗിച്ച ഉദ്യോഗസ്ഥരാണ് സ്പെഷ്യൽ യൂണിറ്റുകളിൽ ഉൾപ്പെടെ തുടരുന്നത്. 10 വർഷത്തോളമായി യൂണിഫോം ഇടാതെ ജോലി ചെയ്ത ഉദ്യോഗസ്ഥരെ ലോക്കൽ സ്റ്റേഷനുകളിലേക്ക് മാറ്റണമെന്നാണ് ആവശ്യം. കൊല്ലം സിറ്റി, റൂറൽ ജില്ലകളിലെ പോലീസുകാർ ആഭ്യന്തരമന്ത്രിയെ അതൃപ്തി അറിയിച്ചു കഴിഞ്ഞു. AV ജയശങ്കർ ഉണ്ട്. AV ജയശങ്കർ, ഗുഡ് മോർണിംഗ് ജയശങ്കർ. സാധാരണ സ്ഥലം മാറ്റം വരുമ്പോൾ പോലീസ് അസോസിയേഷൻ്റെ ഒരു പരാതി ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. കൂട്ട സ്ഥലം മാറ്റമാണ്, പലതും മാനുവൽ ലംഘിച്ചാണ്. എന്നാൽ അത് പല ഇഷ്ടക്കാർക്കുമാണ് കിട്ടിയിരിക്കുന്നതെന്നാണോ മനസ്സിലാക്കേണ്ടത്? ന്യായമായും കിട്ടേണ്ട കോൺഗ്രസിൽ മാത്രം വിശ്വസിച്ചു വന്ന കുറ്റം കൊണ്ട് നാട് കടത്തപ്പെട്ട ചില ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. അവർക്ക് തിരിച്ചു പോകാനുള്ളൊരു അവസരമില്ലേ? എന്താണ് സംഭവിച്ചത് ജയശങ്കർ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. എന്തായാലും കൊല്ലം റൂറൽ ഒപ്പം തന്നെ സിറ്റി പോലീസ് ജില്ലകളിൽ ഇതുവരെ കാര്യമായ സ്ഥലം മാറ്റങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല എന്നാണ് ഈ കോൺഗ്രസ് ഇല്ലെങ്കിൽ ഭരണാനുകൂല പോലീസുകാരുടെ ഒരു ആക്ഷേപം. ഭരണം മാറി 1 മാസം പിന്നിട്ടിട്ടും ഇപ്പോഴും സംവിധാനങ്ങൾ പഴയ രീതിയിൽ തന്നെ ചലിക്കുന്നു. ഈ ജില്ലയിലെ സ്പെഷ്യൽ യൂണിറ്റുകൾ, പ്രത്യേകിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെ ഈ ഇന്റലിജൻസ് സംവിധാനത്തിൽ ഉൾപ്പെടെ ഇപ്പോഴും ഉള്ളത് പഴയ സർക്കാർ നിയോഗിച്ച ഉദ്യോഗസ്ഥരാണ്. ഈ ഉദ്യോഗസ്ഥരെ ഇതുവരെ മാറ്റാൻ നിലവിലെ ആഭ്യന്തര വകുപ്പ്, ഹോം ഡിപ്പാർട്ട്മെന്റ് തയ്യാറായിട്ടില്ല. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ 10 വർഷക്കാലം യൂണിഫോം ഇടാതെ ജോലി ചെയ്ത ആളുകൾ, സ്പെഷ്യൽ യൂണിറ്റുകളിൽ ജോലി ചെയ്ത ആളുകൾ അതുപോലെ തന്നെ ഇപ്പോഴും തുടരുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. ഇതിൽ വലിയ അതൃപ്തിയാണ് ഈ കോൺഗ്രസ് അനുകൂല, ഭരണാനുകൂല പോലീസുകാർക്കുള്ളത്. കാരണം ഈ പറയുന്ന വിഭാഗത്തിൽപ്പെട്ട പോലീസുകാർ കഴിഞ്ഞ 10 വർഷക്കാലം പല സ്റ്റേഷനുകളിലും പലതരത്തിലുള്ള ജോലിയും യൂണിഫോം ഇട്ടുകൊണ്ട് ചെയ്തു. വലിയ പീഡനങ്ങൾ അനുഭവിച്ചു എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഭരണം മാറി തങ്ങളുടെ സർക്കാർ, തങ്ങൾ അനുകൂലിക്കുന്ന സർക്കാർ വന്നിട്ടും തങ്ങൾക്ക് ഒരു തരത്തിലുള്ള പരിഗണന ലഭിക്കുന്നില്ല. പഴയ സുഖസൗകര്യങ്ങൾ അനുഭവിച്ച ആളുകൾ അതേ സ്ഥാനത്ത് യൂണിഫോം പോലും ഇടാതെ തുടരുന്നു എന്നതിൽ വലിയ അതൃപ്തിയാണ് ഇവർക്കുള്ളത്. ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ തന്നെ ഈ വിഷയം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഉദ്യോഗസ്ഥർ. എന്തായാലും ഈ കൊല്ലം സിറ്റിയിലും ഒപ്പം തന്നെ കൊല്ലം റൂറലിലും സമാനമായ സ്ഥിതിയാണുള്ളത്. ഈ സംസ്ഥാനത്തുടനീളം പോലീസിൽ സ്ഥലം മാറ്റം നടക്കുന്നു എന്ന് പറയുമ്പോൾ ഈ കൊല്ലത്ത് ഈ 2 പോലീസ് ജില്ലകളിലും കാര്യമായ സ്ഥലം മാറ്റങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല. കൊല്ലം സിറ്റിയിൽ ഒരു തരത്തിലുള്ള വർക്ക് അറേഞ്ച്മെന്റിന്റെ ഭാഗമായി പോലും ഒരു സ്ഥലമാറ്റം ഇതുവരെ ഉണ്ടായിട്ടില്ല. റൂറലിൽ ഒരു സ്ഥലമാറ്റമാണ് ഉണ്ടായത്. അതും ചെറിയ വർക്ക് അറേഞ്ച്മെന്റിന്റെ കാര്യമായിട്ടാണ്. എന്തായാലും കോൺഗ്രസ് അനുകൂല, ഭരണാനുകൂല പോലീസുകാർക്ക് കടുത്ത അതൃപ്തിയാണ് ഈ സ്ഥലം മാറ്റം ലഭിക്കാത്തതിൽ, ഇല്ലെങ്കിൽ നിലവിലെ സംവിധാനം പൊളിക്കാത്തതിലാണ് അവരുടെ അതൃപ്തി. എന്തായാലും ആഭ്യന്തരമന്ത്രിയെ വിഷയം അറിയിച്ചു കഴിഞ്ഞു. രമ്യമായി പരിഹരിക്കാമെന്നാണ് മന്ത്രി നൽകിയ ഉറപ്പെന്നാണ് ഇവർ പറയുന്നത്. ഡോക്ടർ, ഓക്കെ, താങ്ക് യു. ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒരു ഭാഗത്ത് അസോസിയേഷന്റെ പരാതി, ചട്ടം ലംഘിച്ചും മാനുവൽ ലംഘിച്ചും ചില ട്രാൻസ്ഫറുകൾ നടത്തുന്നു. മറുഭാഗത്ത് കൊല്ലത്ത് നിന്നും ചില കോൺഗ്രസ് അനുകൂല പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവർക്ക് സ്ഥലം മാറ്റം കിട്ടുന്നില്ല എന്ന് പരാതി.